ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെക്കാനിക്കൽ ഡിപ്ലോമ സെമസ്റ്റർ 4 ഓട്ടോമൊബൈൽ മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മൊഡ്യൂൾ 4 പ്രതീക്ഷിക്കേണ്ടത്? ഒന്ന് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കാർസ്, അതുപോലെ വാട്ട് ഈസ് ഹൈബ്രിഡ് കാർസ് എന്നുള്ളത്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക് കാർസിൻ്റെയും ഹൈബ്രിഡ് കാർസിൻ്റെയും. പിന്നെ നെക്സ്റ്റ് വൺ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ദെൻ എന്താണ് ഭാരത് സ്റ്റേജ് 4ഉം അതുപോലെ ഭാരത് സ്റ്റേജ് 6ഉം തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് മൊഡ്യൂൾ 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് കാർസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ആദ്യൊരു ബേസ് ആയിട്ട് അത് എന്തൊക്കെ വേണം നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് കാർസ്. എന്താണ് ഇലക്ട്രിക് കാർസിൻ്റെ ബേസിക് ഡയഗ്രാം? ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു ഇലക്ട്രിക് കാർ. ഓക്കെ, 4 ടയർ ഉണ്ടായിരിക്കും, എന്തായാലും വേണമല്ലോ ഒരു കാറാണെങ്കിൽ. ദെൻ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ദെൻ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബാറ്ററി എന്തായാലും വേണമല്ലോ, ബാറ്ററി നിർബന്ധമാണ്. ഓക്കെ, ദെൻ എന്തുണ്ട്? ഒരു മോട്ടർ വേണം. ഓക്കെ, ദെൻ എന്തുണ്ട്? ഒരു ട്രാൻസ്മിഷനും വേണം, ട്രാൻസ്മിഷൻ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ഒരു ഇലക്ട്രിക് കാറിന് വേണ്ടത്, അല്ലേ? ബാറ്ററി വേണം, മോട്ടർ വേണം, ട്രാൻസ്മിറ്റർ വേണം. എങ്ങനെ വരുന്നു ഇലക്ട്രിക് കാർസ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്ക് എങ്ങനെ പറയാം? അതായത് ദിസ് വിൽ വർക്ക് ഫുള്ളി ഓൺ ഇലക്ട്രിസിറ്റിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന കാറുകളാണ് ഇലക്ട്രിക് കാർസ് എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ഉണ്ടായിരിക്കും, മോട്ടർ ഉണ്ടായിരിക്കും, ദർ ഇസ് എ ട്രാൻസ്മിഷൻ. എങ്ങനെ ഇലക്ട്രിക് കാർ വർക്ക് ചെയ്യുന്നു നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് മോട്ടോർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് മോട്ടോർ എന്ത് ചെയ്യുന്നു? നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? മോട്ടർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഇലക്ട്രിസിറ്റി സ്റ്റോർ ഇൻ ദ ബാറ്ററി. ദെൻ എന്തുണ്ട്? ബാറ്ററി. ഓക്കെ, ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെട്രോൾ വണ്ടിയിലെ ഫ്യൂൽ ടാങ്ക് പോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റോർസ് electricity and it needs to be charged from charging station or something. അതായത് സോഴ്സ് വേണം, അല്ലേ? യു ഹാവ് ടു ഫൈൻഡ് എ സോഴ്സ് ഫോർ ചാർജിങ് ദ ബാറ്ററി. ഓക്കെ, തേർഡ് വൺ എന്താണ്? ട്രാൻസ്മിഷൻ എന്തായാലും വേണമല്ലോ. ഓക്കെ, അതായത് യു ഹാവ് ടു, നമ്മളെ എല്ലാ വണ്ടികളിലെയും പോലെ തന്നെ മജോറിറ്റി കാറുകളിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മുടെ ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ആസ് നമ്മളെ നോർമൽ വണ്ടികളിലെ പോലെ തന്നെ യു ഹാവ് ടു യൂസ് എ ട്രാൻസ്മിഷൻ. ഓക്കെ, ഹിയർ. ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ പഠിക്കാം. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് ശരിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിച്ചു. അതായത് ഞാൻ ജസ്റ്റ് കളറൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ബാറ്ററിയിൽ നിന്ന് മോട്ടറിലോട്ട് പോകുന്നു, മോട്ടറിൽ നിന്ന് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയേഴ്സിലോട്ട് പോകുന്നു. ഓക്കെ, ദെൻ നേരെ എന്ത് ചെയ്യുന്നു? വീല് റൊട്ടേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഈ റൊട്ടേഷൻ സംഭവിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ തിരിച്ചൊരു പവർ കയറുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മോട്ടർ ക്യാൻ ബി ഒരു ജനറേറ്ററായിട്ടും ആക്ട് ചെയ്തൂടെ, മോട്ടർ ഓർ ജനറേറ്റർ. ഈ ഒരു റൊട്ടേറ്റീവ് മൂവ്മെൻറ്റ് നേരെ ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടറിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ ഇത് വീണ്ടും ഇലക്ട്രിസിറ്റി ആയിട്ട്, ജനറേറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് വീണ്ടും ബാറ്ററിയിൽ തന്നെ പോയിട്ട് സേവ് ആവുന്ന കാര്യം ആലോചിച്ച് നോക്ക്. മനസ്സിലായോ? അതായത് എന്താ കൺസെപ്റ്റ്? നിങ്ങൾ റിവേഴ്സിങ് ദ മോട്ടറിനെ റിവേഴ്സ് ചെയ്യാണ്. നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഒരു ഇറക്കത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോകുന്ന സാഹചര്യത്തിൽ യു ഡോണ്ട് ഹാവ് ടു യൂസ് ദ ആക്സിലറേറ്റർ പെഡൽ, അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യാണ്? ആ റൊട്ടേഷൻ അവിടെ നമുക്കുണ്ട്, ഈ വീലിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. ആ റൊട്ടേഷന് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്?
ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ ബാറ്ററിക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. എവിടേക്കാണ് നമ്മളിത് ഉപയോഗിക്കുക? എവിടേക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ വെൻ യു ആർ അപ്ലൈയിങ് ബ്രേക്സ്. വെൻ യു ആർ അപ്ലൈയിങ് ബ്രേക്സ്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് യു വിൽ ഗെറ്റ് എ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഇൻ ദ ടയർ. ദിസ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടോർ. അതിലോട്ട് ജനറേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നേരെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വല്ല ഇറക്കത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയും കൺസെപ്റ്റുകൾ, അതായത് അങ്ങനെയും വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ റീജനറേറ്റീവ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് അതിൻ്റെ എനർജി സ്റ്റോറായി നേരെ ബാറ്ററിയിലോട്ട് പോകുന്നത്. ഓക്കെ. ആ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഫിഗർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? റീജനറേറ്റീവ് ബ്രേക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നേരത്തെ അതേ ഫിഗർ തന്നെ ബാറ്ററി വരയ്ക്കുക. ബാറ്ററി, ദെൻ ഒരു മോട്ടോർ ഓർ ജനറേറ്റർ, സോറി ഈ ആരോന്ന് തെറ്റുണ്ട് കേട്ടോ, മോട്ടോർ, ജനറേറ്റർ, ദെൻ നേരെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിഷൻ, ദെൻ 2 ടയറുകൾ. ഓക്കെ. അപ്പോൾ ഈ ആരോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആരോ ഒരു ഡയറക്ഷൻ അങ്ങോട്ടും ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? യു ഡോണ്ട് ഹാവ് ടു യൂസ് ദ ആക്സിലറേറ്റർ പെഡൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നില്ല. ആ സമയത്ത് ഇവിടെ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ഉണ്ട് താനും. ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റിന് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? തിരിച്ച് ഇങ്ങോട്ട് ജനറേറ്ററിലോട്ട് കൊടുന്ന് ഇവിടെ വെച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ ഇലക്ട്രിസിറ്റി ബാറ്ററിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. അതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. കിട്ടിയല്ലോ? റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്ന് കിട്ടിയല്ലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. എന്താണ്? ഒന്ന്, യു വിൽ ഗെറ്റ് ബെറ്റർ എഫിഷ്യൻസി. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ലെസ് ബ്രേക്ക് വെയർ. അത് ഒരു കൺസെപ്റ്റാണ്. ബ്രേക്ക് വെയർ, അതായത് നമ്മുടെ ടയറിനെല്ലാം ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് ബ്രേക്ക് വെയർ കുറയാം എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? നിങ്ങൾക്ക് റിക്കവേഴ്സ് എനർജി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തൂടെ? അതായത് നമുക്ക് ആങ്സൈറ്റികളൊക്കെ കുറയ്ക്കാം. അതായത് എന്ത്? ചാർജിങ് ആങ്സൈറ്റികളും ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ആ ആങ്സൈറ്റിയൊക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉപയോഗിച്ചിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ എന്താണെന്നുള്ളതും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്നുള്ളതും കൺസെപ്റ്റ് ഓക്കെയാണ് കേട്ടോ. ഓക്കെ. എന്തൊക്കെയാണ് ഇലക്ട്രിക് കാറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? അത് എല്ലാവർക്കും അറിയാം അല്ലേ? ഇലക്ട്രിക് കാറിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് കാർസ് എന്തൊക്കെയാണ്? ഒന്ന്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ഓഫ് കോഴ്സ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ലേ? ദെൻ എന്താണ്? ഡ്രൈവിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മൂത്തർ സൈഡാണ്. പിന്നെ അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണെങ്കിൽ പോലും ഇനീഷ്യൽ കോസ്റ്റ് ഹയർ ആണ്. ബട്ട് ഇപ്പം നൗഡേയ്സ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നുണ്ട്. എനിവേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ അല്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ലോവർ. ഓക്കെ. എനിവേ ഇനീഷ്യൽ കോസ്റ്റ് ഹയർ ആണെങ്കിൽ പോലും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലോവർ ആണ്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ യു വിൽ ഗെറ്റ് പിന്നെ എന്താണ്? സ്മൂത്ത് ഡ്രൈവിംഗ് അല്ലേ? കമ്പാരിറ്റീവ്ലി സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. ദർ വിൽ ബി നോ എനി നോയ്സ് ഓർ സംതിങ് അല്ലേ? സൗണ്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറവാണ്. സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക് കാറിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതാണ് ഹൈബ്രിഡ് കാർ എന്താണെന്നുള്ളത് നോക്കണം. ഹൈബ്രിഡ് കാർസ്. ഓക്കെ. സോ വാട്ട് ഈസ് ഹൈബ്രിഡ് കാർസ്? നിങ്ങൾ ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ മാരുതിയൊക്കെ നവഡേയ്സ് എല്ലാം ഹൈബ്രിഡ് കാർസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൊയോട്ടയും അതുപോലെ മാരുതി എല്ലാം ഹൈബ്രിഡ് കാർസ് ഉണ്ട് അവരുടെ അടുത്ത്. എന്താണ് ഹൈബ്രിഡ് കാർസ്? ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചു തരാം. നോക്കൂ. ഫ്യൂവൽ, ദെൻ എൻജിൻ. ഫ്യൂവൽ നേരെ എൻജിനിലോട്ട് പോകുന്നു. ദെൻ ജനറേറ്ററിലോട്ട് ഇവിടുന്ന് ഒരു കണക്ഷൻ, ജനറേറ്റർ. ദെൻ ബാറ്ററി, ദെൻ മോട്ടോർ,
ദെൻ വീൽസ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് ബേസിക്കലി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സോഴ്സ് ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു IC എഞ്ചിനും അതുപോലെ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടിയും ഉള്ളതിനാണ് നമ്മൾ ഹൈബ്രിഡ് കാർസ് എന്ന് പറയാം. അതായത് എന്താണ്, യു വിൽ ഗെറ്റ് 2 സോഴ്സസ്, 2 സോഴ്സ് ഉണ്ടായിരിക്കും. അതായത് 2 ഡ്രൈവിംഗ് മോട്ടർ ഉണ്ടായിരിക്കും. ഒന്ന് IC എഞ്ചിനായിരിക്കും, IC എഞ്ചിൻസ് ആയിരിക്കും. സെക്കൻഡ് വൺ വിൽ ബി an electric motor. അതായത് രണ്ടും കൂടെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു എൻജിൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു മോട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡ് കാർസ്. ഈ ഹൈബ്രിഡ് കാർസിനെ നമ്മൾ എങ്ങനെ രണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു ഗ്യാസോലിൻ അല്ലെങ്കിൽ IC എൻജിൻ എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ ഇലക്ട്രിക് മോട്ടറും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ പവർ സ്വിച്ച് ചെയ്യും. ഇത് രണ്ടും കൂടെ സ്വിച്ച് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കാർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. ഏത് സമയത്ത് ഇപ്പോൾ നമ്മുടെ മാരുതിക്ക് എങ്ങനെ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഒരു സ്പീഡ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഞ്ചിൻ ഇത്ര എഫേർട്ട് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, അത് ഇലക്ട്രിക് മോട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യും. അതല്ല, നിങ്ങൾക്ക് പവർഫുൾ ആയിരിക്കേണ്ട അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നേരെ IC എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തിട്ടാണ് ഈ ഹൈബ്രിഡ് കാർസ് വർക്ക് ചെയ്യുന്നത്. ഈ ഹൈബ്രിഡ് കാർസിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഹൈബ്രിഡ് കാർസ് ഉണ്ട്. ഒന്ന് ഫുള്ളി ഹൈബ്രിഡ് കാർസും. അതായത് എങ്ങനെ പറയുന്നത്, രണ്ടിനും, അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റാണ് ഫുള്ളി ഹൈബ്രിഡ് കാർസ്. അതായത് കാറിനെ ഡ്രൈവ് ചെയ്യാൻ മോട്ടറും ഡ്രൈവ് ചെയ്യും, അതുപോലെ എൻജിനും ഡ്രൈവ് ചെയ്യും. അതായത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മോട്ടർ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് വണ്ടി ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യാൻ തന്നെ മോർ പവർഫുൾ മോട്ടർ ആയിരിക്കും ഫുള്ളി ഹൈബ്രിഡ് കാർസിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, ഇലക്ട്രിക് മോട്ടർ. ഇനി രണ്ടാമത്തെ മൈൽഡ് ഹൈബ്രിഡ് കാർസിലോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യൂ. മൈൽഡ് ഹൈബ്രിഡ് കാർസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ കമ്പാരിറ്റീവ്ലി സ്മാളർ ആയിരിക്കും. അത് എൻജിൻ, അതായത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, സ്മാളർ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഗ്യാസോലിൻ എൻജിൻ. ഗ്യാസോലിൻ എൻജിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് മൈൽഡ് ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മാരുതിയുടെ നമ്മുടെ ബഡ്ജറ്റ് കാർസിലെല്ലാം മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇലക്ട്രിക് എഞ്ചിൻ, ഒരു ഹെവി ഇലക്ട്രിക് എഞ്ചിൻ എന്തായാലും അതിൽ ഉപയോഗിക്കില്ല. പക്ഷേ ആ ഇലക്ട്രിക് എഞ്ചിൻ എന്ത് ചെയ്യും, നമ്മുടെ മോട്ടറിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി തേർഡ് വണ്ണാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർസ്. എന്താണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർസ്? അതായത് ഇവിടെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ബിഗ്ഗർ ബാറ്ററി ഉണ്ടായിരിക്കും. ആൻഡ് യു ഹാവ് ടു ചാർജ് ദ ബാറ്ററി. ചാർജ് ഇറ്റ്. നിങ്ങൾക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യണം. ഇവിടുത്തെ 2 കേസിലും ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യണം. എന്ത് ചെയ്യുന്നു, ആൻഡ് ദേ ക്യാൻ റൺ ഓൺ ഇലക്ട്രിക് പവർ ഫോർ ഷോർട്ട് ട്രിപ്സ്. അതായത് ചെറിയ യാത്രകളെല്ലാം, അതായത് ഫുള്ളി ഇലക്ട്രിക് കാർസിൻ്റെ പോലെയല്ല. എനിവേ ഈ ബാറ്ററി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡ്രൈവ് ദ കാർ ബൈ യൂസിങ് ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് കാറ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഹൈബ്രിഡ് കാർസ് പഠിച്ചു. ഒന്ന് ഹൈബ്രിഡ് കാർസ് എന്താ നമ്മൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കി. ദെൻ അതിൻ്റെ ഒരു ഡയഗ്രം നമ്മൾ വരച്ചു. ഇതാണ് ആ ഡയഗ്രം ഉണ്ടായിരുന്നത്. ഫ്യൂവലിന് നേരെ എൻജിൻ, ദെൻ ജനറേറ്റർ, ദെൻ ബാറ്ററി, ദെൻ മോട്ടർ, ദെൻ വീൽസ്. ഓക്കെ, ഇത് 3 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫുള്ളി ഹൈബ്രിഡ് കാർസ്, അതുപോലെ ഫുള്ളി ഹൈബ്രിഡ് കാർസ്, മൈൽഡ് ഹൈബ്രിഡ് കാർസ്, ദെൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർസ്. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് BS4 അതുപോലെ BS6 തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ BS4 ആൻഡ് BS6 എന്താ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ, ഇത് നമുക്ക് എമിഷൻ ലിമിറ്റ് വെച്ചിട്ടാണ്, എമിഷൻ നോംസ് വെച്ചിട്ടാണ് നമ്മൾ BS4ഉം BS6ഉം കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് എമിഷൻ നോംസ് എന്താ നോക്കാം. എമിഷൻ്റെ കേസിൽ BS4 ഹയർ ആണ് കമ്പാരിറ്റീവ്ലി കേട്ടോ, ഹയർ ആണ്. ദെൻ BS6ൽ ലോവർ എമിഷനാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ഡീസൽ കാർസിലെല്ലാം നോക്കിയാൽ മനസ്സിലാവും എമിഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. അതിനുവേണ്ടി പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഫ്യൂവൽ പോലെ തന്നെ റീഫിൽ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഒരു സാധനം കൂടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞൊരു സാധനം. അതൊക്കെ നമ്മൾ BS6 വന്നതോട് കൂടിയിട്ടാണ് ആ ഒരു പുതിയ എമിഷൻ നോംസ് എല്ലാം വന്നത്. അപ്പോൾ എമിഷൻ കമ്പാരിറ്റീവ്ലി BS4 ഹയറും BS6 കുറവായിരിക്കും. ഓക്കെ, ദെൻ ഫ്യൂവൽ ക്വാളിറ്റിയുടെ കേസിൽ ഇവിടെ ഹയർ സൾഫർ കണ്ടൻ്റ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ്, ലോവർ സൾഫർ കണ്ടൻ്റ് ആണ് കേട്ടോ, ലോവർ സൾഫർ കണ്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവിടെ ടെക്നോളജിയുടെ കേസ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം ടെക്നോളജി ഇവിടെ കുറവായിരിക്കും. ടെക്നോളജി ബേസിക് എമിഷൻ കൺട്രോൾസേ ഉള്ളൂ. ബേസിക് എമിഷൻ കൺട്രോൾസ്, ഇവിടെ അഡ്വാൻസ്ഡ് കൺട്രോൾസ് ആയിരിക്കും, അഡ്വാൻസ്ഡ് കൺട്രോൾസ്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ്. ഇവിടെ പൊല്യൂഷനൊക്കെ മോഡറേറ്റ് റിഡക്ഷനേ വരുന്നുള്ളൂ, പക്ഷേ ഈ ഭാഗത്തോ ഇവിടെ സിഗ്നിഫിക്കൻ്റ് റിഡക്ഷൻ ഇൻ പൊല്യൂഷൻ. ഓക്കെ, ദെൻ കോസ്റ്റ് വരുമ്പോഴോ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ എങ്ങനെയാണ്, ഇവിടെ ലോവർ കോസ്റ്റ് ആയിരിക്കും അല്ലേ, ഇവിടെ ഹയർ കോസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊക്കെയാണ് ഒരു ബേസിക് കമ്പാരിസൺ വരുന്നത്. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട എമിഷനാണ് കേട്ടോ. എമിഷൻ ഇവിടെ ഹയർ ആയിരിക്കും, ഇവിടെ ലോവർ എമിഷനേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഹയർ സൾഫർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും, ഇവിടെ ലോവർ സൾഫർ കണ്ടൻറ്റേ ഉള്ളൂ. പിന്നെ ടെക്നോളജി ബേസിക് എമിഷൻ കൺട്രോൾസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പൊല്യൂഷൻ ഇവിടെ കുറവായിരിക്കും, ഇവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കും, ഇവിടെ പൊല്യൂഷൻ റിഡക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട്. കോസ്റ്റിൻ്റെ കേസ് എങ്ങനെയാണ്, ഇവിടെ ലോവർ കോസ്റ്റ് ആണ്, ഇവിടെ ഹയർ കോസ്റ്റ് ആണ്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.